ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ വേറൊരു ഐലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മളിവിടെ ഫുവാമുല എന്ന ഐലൻഡിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സും അതുപോലെ നമ്മളുടെ ലീഡിങ് ടീച്ചറായ റാമിസ മിസ്സിൻ്റെ ഭർത്താവിൻ്റെ സ്വന്തം ഐലൻഡായ ആ, ഒരു ദ്വീപിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. നമുക്ക് യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടായ RTL ഫെറിയാണ്. 250 രൂപയോളമാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ഫെറിയിലെല്ലാം കയറി നമ്മുടെ ബോട്ട് പതുക്കെ ഐലൻഡിൽ നിന്ന് ലീവ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ആദ്യം പോകുന്നത് ഫരിഷ്മതൊട എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ഐലൻഡിലേക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഒരു 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് സൂര്യോദയം കാണാൻ പറ്റും. നമ്മൾ രാവിലെ 6 മണിക്കാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ നമുക്ക് യാത്ര ഏകദേശം ഫരിഷ്മതൊട ദ്വീപിൻ്റെ അകലെ നിന്നിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഒരു അൺഇൻഹാബിറ്റഡ് ഐലൻഡാണ്. നമ്മൾ പോകുന്നത് ഫരിഷ്മതൊട എന്ന് പറയുന്നൊരു ഇൻഹാബിറ്റഡ് ഐലൻഡിലേക്കാണ്. അങ്ങനെ നമ്മളുടെ ബോട്ട് യാത്ര ഏകദേശം 1.5 മണിക്കൂർ പൂർത്തിയായി. നമ്മൾ ഈ ദ്വീപിലേക്ക് ഏകദേശം എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലഗേജ് എല്ലാം ഇറക്കി വയ്ക്കും. ശേഷം നമ്മൾ ഈ ഐലൻഡിൽ ഒരു ഉച്ചവരെ നമ്മൾ ഈ ഐലൻഡിൽ കറങ്ങും. അതാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ ഞങ്ങൾ ഫരിഷ്മതൊട ബോട്ട് ചൊട്ടിയിലെത്തി. ഞങ്ങളുടെ ലഗേജ് എല്ലാം RTLൻ്റെ സ്റ്റാഫ് ഞങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഈ ലഗേജെല്ലാം ഇവിടെ തന്നെയാണ് വെക്കുന്നത്. കാര്യം നമുക്ക് ഈ ഐലൻഡിൽ ഇന്ന് സ്റ്റേ ഇല്ല. നമ്മൾ ഈ ഐലൻഡ് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് ശേഷം നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു 3 ദിവസമുള്ള ട്രിപ്പാണ് ഇതിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഐലൻഡ് GN ഫുവാമുല എന്ന് പറയും. നാവിയാനി അറ്റോളാണ്. അറ്റോൾ എന്ന് പറഞ്ഞാൽ ഐലൻഡുകളുടെ കൂട്ടം എന്നാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഐലൻഡിന് പ്രത്യേകതയുള്ളത് അതൊരു അറ്റോൾ വൺ ഐലൻഡാണ്. അതിന് ചുറ്റും വേറെ ഐലൻഡുകളൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഹുവദു എന്ന് പറയുന്ന ഒരു അറ്റോളിലാണ്. ഇവിടെ കുറേ ഐലൻഡുകളുണ്ട്. ആൾ താമസമുള്ളതും ആൾ താമസമില്ലാത്തതുമായ കുറേ ഐലൻഡുകളുണ്ട്. അതിൽ ചില ഐലൻഡുകളാണ് നമ്മൾ ഈ യാത്രയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിലേക്ക് ഫ്രഷപ്പിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐലൻഡിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഈ ലൈറ്റിംഗ് എല്ലാം വളരെ മനോഹരമായിട്ട് നമുക്ക് എവിടെ ഫ്രെയിം വെച്ചാലും എവിടെ വീഡിയോ ഷൂട്ട് ചെയ്താലും നല്ല ഭംഗിയുള്ള ഫ്രെയിമുകൾ കിട്ടുന്ന സ്ഥലമാണ് മാൽദീവ്സിലെ എല്ലാ സ്ഥലങ്ങളും. ഈ ഇൻഹാബിറ്റഡ് ഐലൻഡിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമായ ഒരു കാര്യമല്ല. നമുക്കൊരു നല്ലൊരു ലോക്കൽ ഗൈഡ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഹാബിറ്റഡ് ഐലൻഡുകളിലേക്കെല്ലാം എത്തുന്നത്. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ തന്നെ വീട്ടിൽ നിന്ന് ഒരു ഫ്രഷപ്പ് എല്ലാം എടുത്തിട്ട് നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതിനുവേണ്ടി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് പോകണം. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്കപ്പ് വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഈ ഐലൻഡ് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാവുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഐലൻഡും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാൽദീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാൽദീവ് ഒരു ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1400ഓളം ദ്വീപുകളുണ്ട്. അതിനെ അറ്റോളുകളായി തിരിച്ചിട്ടുണ്ട്. മാൽദീവ്സിലെ ഒഫീഷ്യൽ ലാംഗ്വേജായ ദിവേഹി ഭാഷയുടെ അക്ഷരമാല ക്രമത്തിലാണ് ഓരോ അറ്റോളുകൾക്കും പേര് കൊടുത്തിട്ടുള്ളത്. അലിഫ് ദാല് ബ അറ്റോള് അങ്ങനെ തുടങ്ങുന്ന അറ്റോളുകളുടെ പേരുകൾ, അങ്ങനെയാണ് അറ്റോളുകൾക്ക് പേര് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന അറ്റോൾ എന്ന് പറയുന്നത് ഹുവദു എന്ന് പറയുന്ന ഒരു അറ്റോളിലേക്കാണ്. ആ അറ്റോളിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഐലൻഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫരിഷ്മതൊട എന്ന് പറയുന്നത്. ഇതൊരു എയർപോർട്ടുള്ള ഐലൻഡ് ആയതുകൊണ്ട് തന്നെ അല്പമൊക്കെ കൂടുതൽ ആളുകൾ താമസിക്കുകയും നല്ലപോലെ ഒരു വികസനമൊക്കെ എത്തിയിട്ടുള്ളൊരു ഐലൻഡാണ്. ഐലൻഡിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ പകൽ സമയങ്ങളിൽ ഈ ചുറ്റും നല്ല നീലക്കടലും ശാന്തമായ നീലക്കടലും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പരിസരമെല്ലാം കാഴ്ചക്കാർക്ക് വളരെ മനോഹരമായ ഒരു ദൃശ്യവിരുന്നൊരുക്കി വയ്ക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഓരോ തമാശകളെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാഹനത്തിൽ പോവുകയാണ്. ഈ വാഹനം ഓടിക്കുന്നത് ഞങ്ങളുടെ തന്നെ ലീഡിങ് ടീച്ചറായ റാമിസ മിസ്സിൻ്റെ ഭർത്താവാണ്.
അവരുടെ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർക്ക് അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊക്കെയാണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങൾ, ഇവിടുത്തെ സ്കൂള്, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സ്ഥാപനം, അങ്ങനെ പലതും കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു അതിന് ശേഷം ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനാണ് പ്ലാന്. കാര്യം നമ്മളിത് കഴിഞ്ഞിട്ട് പോകുന്ന ഐലൻഡിൽ കാര്യമായ റെസ്റ്റോറൻറ്റുകളോ സൗകര്യങ്ങളോ ഇല്ലാത്തൊരു ഐലൻഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട 3 ദിവസം താമസിക്കാൻ ആവശ്യമായ ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ പോയി നമ്മളുടെ താമസ സ്ഥലത്ത് തന്നെ കുക്കെല്ലാം ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി മനോഹരമായ കാഴ്ചകളിൽ പ്രത്യേകിച്ച് വിവരിക്കത്തക്ക ഒന്നുമില്ല. നമുക്ക് പക്ഷേ കാണാനൊന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഐലൻഡിൽ താമസിക്കുന്നവരെല്ലാം വളരെ പരിമിതമായ സൗകര്യത്തോടു കൂടി താമസിക്കുന്നവരായിരിക്കും. ഒരു ഹോസ്പിറ്റൽ, ഒരു സ്കൂൾ, അങ്ങനെ ചെറിയ സൗകര്യങ്ങളെ നമുക്ക് ഐലൻഡുകളിൽ ലഭ്യമായിട്ടുള്ളൂ. പക്ഷേ വളരെ സമാധാനപരമായി, ശബ്ദമില്ലാതെ, മലിനീകരണങ്ങളൊന്നുമില്ലാതെ സുഖമായി താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് മാലദ്വീപ്സിലെ ഓരോ ഐലൻഡുകളും. ഐലൻഡ് ജീവിതം വളരെ മനോഹരമായിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ടത് ഇവരുടെ ജീവിതമാർഗ്ഗം ഫിഷിംഗ് തന്നെയായിരിക്കും. പിന്നെ കുറേ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവർ, മറ്റു അനുബന്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, കുറേ ആളുകൾ ഇവിടുത്തെ രാജ്യത്തിൻ്റെ പലയിടത്തുമുള്ള റിസോർട്ടുകളിലെല്ലാം ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്നും ഭക്ഷണം കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് റൺവേ എന്ന് പേരുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. മാലദ്വീപ്സിലെ ബ്രേക്ക്ഫാസ്റ്റ് പലയിടത്തും കോമൺ ആണ്. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഉണ്ടാവും. എന്നാലും ഇവിടുത്തെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റൊഷി മസൂണിയാണ്. റൊഷി എന്ന് പറയുന്നത് വളരെ തിന്നായി പരത്തിയൊരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ ടിൻ ടൂണയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ചമ്മന്തി പരുവത്തിലുള്ളൊരു പലഹാരവും കൂടി ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. മിക്കവാറും മാലദ്വീപ്സിലെ എല്ലാ പ്രദേശങ്ങളിലും കിട്ടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഈ റൊഷി മസൂണിയാണ്. ഈ റൊഷിയിൽ തന്നെ പല വ്യത്യസ്തമായ റൊഷിയുണ്ട്. ഡിസ്ക് എന്ന് പറയുന്ന കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ചപ്പാത്തി പരുവത്തിലുള്ളൊരു സാധനം, അല്ലെങ്കിൽ വളരെ തിന്നായിട്ട് പരത്തിയിട്ടുള്ളൊരു റൊഷിയെല്ലാം ലഭ്യമാണ്. അങ്ങനെ നമ്മൾ ഈ ഐലൻഡിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി ഐലൻഡിലെ ചുറ്റി കറങ്ങിക്കണ്ട് ശേഷം നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. പകരം നമ്മളൊരു പ്രൈവറ്റായിട്ടൊരു ലോഞ്ച് സ്പീഡ് ബോട്ട് ബുക്ക് ചെയ്തിട്ട് അതിന് ഏകദേശം 800 രൂപയോളം ചാർജ് വരുന്നുണ്ട്. ആ ബോട്ട് ബുക്ക് ചെയ്ത് നമ്മൾ അടുത്ത ഐലൻഡിൽ പോകും. അവിടെയാണ് തുടർന്നുള്ള 2-3 ദിവസങ്ങൾ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളത് നമ്മൾ ജോലി ചെയ്യുന്ന ഹാഫിസ സ്കൂൾ ഫുവാമുല GN അറ്റോളിലുള്ള കുറച്ച് ടീച്ചേഴ്സ്, അതുപോലെ നമ്മളുടെ സ്കൂളിൽ നിന്ന് നേരത്തെ ജോലി ചെയ്ത് മറ്റൊരു ഐലൻഡിലേക്ക് ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള ജോമിസ്, അതുപോലെ നമ്മുടെ ഐലൻഡിലുള്ള രാഹുൽ സാറിൻ്റെ ഭാര്യ തുടങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വേറെ ഐലൻഡിൽ ജോലി ചെയ്യുകയാണ്. നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് എന്നുള്ളൊരു പ്ലാനും ഉണ്ട്. അവരെല്ലാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്താണ്. അപ്പോൾ ഒരു 2-3 ദിവസം നീളുന്ന ട്രിപ്പാണ് നമ്മൾ ഈ യാത്രയിൽ ഈ വീഡിയോയിലെല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നത്. 2-3 ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ഐലൻഡുകളാണെങ്കിലും പരിമിതമായ സ്ഥലങ്ങളെല്ലാം ഉള്ളതാണെങ്കിലും ഓരോ ഐലൻഡുകളും വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ സ്പോർട്സിനെല്ലാം വളരെ പ്രാധാന്യം നൽകി വളരെ നല്ല കളി മൈതാനങ്ങളും കുട്ടികൾക്കുള്ള പാർക്കുകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഐലൻഡുകളും വളരെ മനോഹരമായിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അതായത് സിറ്റി കൗൺസിലുകളാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐലൻഡ് ക്ലീനായി വെക്കുന്ന കാര്യത്തിൽ എല്ലാ ഐലൻഡുകളും ഒന്നിനൊന്ന് മികച്ചതാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഐലൻഡിന് ചുറ്റും റീഫുണ്ട്. ഈ റീഫുകൾ ഉള്ളതുകൊണ്ടാണ് മറ്റു ഐലൻഡുകളിലേക്ക്, ഇപ്പോൾ നമ്മളൊരു ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് നമുക്ക് കടലിറക്കമൊക്കെ ഉള്ള സമയത്ത് നടന്നു പോകാവുന്ന തരത്തിൽ സൗകര്യമുള്ള രീതിയിലാണ് പൊതുവേ കാണപ്പെടാറുള്ളത്. എന്നാലും ചില ഐലൻഡുകളിലേക്ക് നമുക്ക് ബോട്ട് മാർഗം തന്നെ എത്തിപ്പെടാൻ കഴിയുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ചില പ്രത്യേകിച്ച് വേലിയേറ്റ സമയങ്ങളിൽ.
അങ്ങനെ ഈ അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഐലൻഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഐലൻഡിൽ തന്നെ ഒരു എയർപോർട്ട് ടൂർ നടത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോസുമായിട്ട് പുറകെ വരുന്നതായിരിക്കും.